പാചകവാതക പ്രതിസന്ധിയിൽ പ്രതിഷേധവുമായി LDF തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനറൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. പാചകവാതക പ്രതിസന്ധിയിൽ ജനങ്ങൾ വലയുമ്പോൾ കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുകയാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തും സംസ്ഥാനത്തും കടുത്ത പാചകവാതക ലഭ്യത കുറവാണ് അനുഭവപ്പെടുന്നത്. പാചകവാതക പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് LDFിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് GPOയ്ക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. LDF കൺവീനർ TP രാമകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് പാചകവാതകം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്നും മനുഷ്യത്വ വിരുദ്ധമായ അമേരിക്കയുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. യുദ്ധത്തെ തുടർന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അതിഗുരുതരമായ സ്ഥിതിവിശേഷം രൂപപ്പെട്ടു വരുമ്പോൾ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ജനങ്ങളുടെ ദുരിതം കുറയ്ക്കാൻ, ജനങ്ങൾ ഈ യുദ്ധത്തിന്റെ ഭീതി ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് പകരം എല്ലാ തലത്തിലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിന്തുണ നൽകുന്ന നിലപാടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം സ്വീകരിച്ച സമീപനം ഇന്ന് ലോകത്തിന്റെ മുമ്പിലുണ്ട്. ഒരു ജനങ്ങൾക്കെതിരായി ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളിലും അദ്ദേഹത്തിന് പ്രതികരണമില്ല. LDF തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണാ സമരത്തിൽ CPIM ജില്ലാ സെക്രട്ടറി A. റഹീം MP, CPI ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ തുടങ്ങി വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.